രാജ്യമുറ്റുനോക്കുന്ന നിർണായക തെരഞ്ഞെടുപ്പിൽ പോളിംഗിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി മതസാമുദായിക രാഷ്ട്രീയ നേതാക്കൾ സമ്മതിദാനാവകാശം വിവേകപൂർവ്വം വിനിയോഗിച്ച് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാൻ ആഹ്വാനം ചെയ്താണ് സാമുദായിക നേതാക്കളും വോട്ട് ചെയ്ത് മടങ്ങിയത്. എല്ലാവർക്കും തുല്യതയും സുരക്ഷിതത്വവും രാജ്യത്തുണ്ടെന്ന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വോട്ട് ചെയ്ത ശേഷം വ്യക്തമാക്കി. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെല്ലാം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. എറണാകുളത്തെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ ചേരാനെല്ലൂർ പഞ്ചായത്ത് ഓഫീസിലെ 15-ാം നമ്പർ ബൂത്തിൽ ഭാര്യ ശ്രീകുമാരി, മക്കളായ അശ്വതി, രേവതി എന്നിവർക്കൊപ്പം രാവിലെ 7 മണിക്ക് തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി. മികച്ച വിജയപ്രതീക്ഷയാണുള്ളതെന്ന് ഡോക്ടർ KS രാധാകൃഷ്ണൻ പറഞ്ഞു. ജയിക്കാൻ വേണ്ടിയാണ് ജയിച്ചിരിക്കുന്നത്. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ എന്നാണ് ചോദ്യം. അത് മാധ്യമങ്ങളുടെ വാർത്തയാണ്, അവരുടെ ശൈലിയാണ് അക്കൗണ്ട്. ഞങ്ങൾ ജയിച്ചിരിക്കും. ഒരു സീറ്റിലല്ല, ഒന്നിലേറെ സീറ്റുകളിൽ ജയിച്ചിരിക്കും. UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ മാമംഗലം SNDP ഹാളിലെ ബൂത്തിൽ ഭാര്യ അന്നയ്ക്കൊപ്പമെത്തി വോട്ട് രേഖപ്പെടുത്തി. ഒറ്റക്കുടി ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ പിതാവിന്റെ കല്ലറയിൽ പ്രാർത്ഥിച്ചതിനു ശേഷമാണ് വോട്ട് ചെയ്യാനിറങ്ങിയത്. ഭാര്യ അന്നയും ഒപ്പമുണ്ടായിരുന്നു. LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ നോർത്ത് പറവൂർ വെടിമര കുമാരവിലാസം LP സ്കൂളിലെ 105-ാം നമ്പർ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. കുടുംബത്തോടൊപ്പം എത്തിയാണ് സ്ഥാനാർത്ഥി വോട്ട് രേഖപ്പെടുത്തിയത്. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി എന്നിവർ തെങ്ങോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വോട്ട് ചെയ്തു. എല്ലാവർക്കും തുല്യതയും സുരക്ഷിതത്വവും രാജ്യത്തുണ്ടെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. എല്ലാവരും വോട്ടവകാശം വിനിയോഗിച്ച് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകണം. ഓരോരുത്തർക്കും അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്, അതനുസരിച്ച് അവർ വോട്ട് രേഖപ്പെടുത്തുമെന്നും മാർ റാഫേൽ തട്ടിൽ കൂട്ടിച്ചേർത്തു. പൊളിറ്റിക്കൽ മെസ്സേജ് എനിക്ക് തോന്നുന്ന ഓരോരുത്തർക്കും അവരുടെ കാഴ്ചപ്പാടുകളുണ്ട്, എനിക്ക് എൻ്റെ കാഴ്ചപ്പാടുകളുണ്ട്, അതനുസരിച്ച് ഞാൻ വോട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ തുല്യത കിട്ടുന്ന, എല്ലാവർക്കും സുരക്ഷിതത്വം കിട്ടുന്ന ഒരു നാടാണിത്. ആ നാടിൻ്റെ സർക്കാരും അങ്ങനെ തന്നെയായിരിക്കും. രാജ്യത്തെ ഭാവിക്കായുള്ള നിർണായക തെരഞ്ഞെടുപ്പിലാണ് രാജ്യമെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. വോട്ടർമാർ പ്രബുദ്ധരാണ്, പ്രത്യേകിച്ചൊരു നിലപാട് ഇവിടെ സഭ പറയുന്നില്ല. ഭാവിയെ സംബന്ധിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ നടത്തുന്നത്. എല്ലാ വോട്ടർമാരുടെ അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നു. അതിനനുസരിച്ച് നമുക്ക് പുതിയ സംവിധാനങ്ങൾ ഭരണത്തിൽ ലഭിക്കും. അതനുസരിച്ച് രാജ്യത്തെ നമ്മൾ സഹകരിച്ച് പ്രവർത്തിക്കണം. യാക്കോബായ സഭ മലങ്കര മെത്രോപൊലിത്ത ജോസഫ് മാർ ഗ്രിഗോറിയസ് തിരുവാങ്കുളം ജോർജിയൻ അക്കാദമിയിലെ 10-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ എറണാകുളം സെന്റ് മേരീസ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. 104-ാം വയസ്സിൽ പോളിംഗ് ബൂത്തിൽ നേരിട്ടെത്തി വോട്ട് രേഖപ്പെടുത്തി. വിരോണി മുത്തശ്ശിയും സമ്മതിദായകർക്കിടയിലെ താരമായി. മൂത്തേടം സെന്റ് മേരീസ് UP സ്കൂളിലെ 22-ാം നമ്പർ ബൂത്തിലായിരുന്നു വോട്ട്. ഹോം വോട്ടിനുള്ള സൗകര്യം ഉദ്യോഗസ്ഥർ ഒരുക്കിയിരുന്നില്ല. ജനം, കൊച്ചി.